എഫെസ്യസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും, ഈ ആത്മീയ വരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകളിലൊക്കെ ഉപയോഗിക്കുന്ന വിവിധതരം കൃപാവരങ്ങളുണ്ട്. രോഗശാന്തിവരം, പ്രവചനവരം, ദർശനവരം. എന്നാൽ അതുണ്ട് എന്നല്ല, അതിനുമപ്പുറത്ത് വാസ്തവത്തിൽ സ്വർഗീയമായ സകല അനുഗ്രഹത്താലും, മറ്റൊരു വിവർത്തനം പറയുന്നത് എങ്ങനെയാണ്? സ്വർഗീയമായ എല്ലാ കൃപാദാനങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം, സ്വർഗത്തിലെ സകല നന്മകളാലും സ്വർഗീയമായ സകല ദാനങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം. അനുഗ്രഹിക്കുന്ന ദൈവമല്ല, നാളെ അനുഗ്രഹിക്കുമെന്നല്ല, പിന്നെയോ ഓൾറെഡി അനുഗ്രഹിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ആളാണ് എങ്കിൽ അവൻ അപ്പോൾ തന്നെ സ്വർഗീയമായ സ്വർഗത്തിൻ്റെ നിലവാരത്തിലുള്ള സകല നന്മകളാലും അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സയൻസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ 3,72,000 കോടി സെല്ലുകളുണ്ടെന്നാണ് പറയുന്നത്, കോശങ്ങൾ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 3,72,000 കോടി കോശങ്ങളുണ്ടത്രേ. സയൻസ് പഠിപ്പിക്കുന്നതാണ്. അതിലെ ഓരോ സെല്ലിൽ നിന്നും, ഒരു സെല്ലിൽ നിന്ന് 0.07 വോൾട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഒരു സെല്ലിൽ നിന്ന്, ഒറ്റ കോശത്തിൽ നിന്ന് 0.07 വോൾട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയെങ്കിൽ 3,72,000 കോടി സെല്ലുകളിൽ നിന്ന് എത്ര വോൾട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം? അത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും 26,040 കോടി വോൾട്ട്. 26,040 കോടി വോൾട്ട് ഒരു മനുഷ്യ ശരീരത്തിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു വലിയ പവർ ഹൗസ് തന്നെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ കത്തിക്കാനുള്ള അത്രയും ഇലക്ട്രിസിറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമത്രേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ വെറും നിസ്സാരക്കാരനാണോ? ഒരു സാധാരണ മനുഷ്യനെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി അവതരിച്ചത്, യേശു ഈ ലോകത്തിലേക്ക് വന്നത്, ദൈവം അത്ഭുതവാനാണ്, ദൈവം സർവശക്തനാണ് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു ഈ ലോകത്തിൽ ജീവിച്ചത് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനായി തീർന്നുകൊണ്ടാണ്. നമ്മെപ്പോലെ ഒരു മനുഷ്യനായി, നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് യേശു
ഈ ലോകത്തിൽ ജീവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊരു ജൂതനായി ജനിച്ചത് കൊണ്ട് ആ ജൂതന്റെ വേഷവിധാനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അവൻ നടന്നു. ഞാനിങ്ങനെ വിചാരിക്കുന്നു, നമ്മുടെ കർത്താവ് ഈ കേരളത്തിലായിരുന്നു ജനിച്ചിരുന്നത് എങ്കിൽ, ഈ കേരളത്തിലായിരുന്നു എന്ന് വിചാരിക്കുക, ഈശോ ജനിച്ചത് കേരളത്തിലായിരുന്നു എങ്കിൽ ഈശോ എങ്ങനെ നടന്നേനെ? എങ്ങനെ നടന്നേനെ? ഒരു സാധാരണക്കാരൻ, ഒരു അച്ചായനെ പോലെ മുണ്ടുമൊക്കെ മടക്കി കുത്തി കൈയൊക്കെ ഇങ്ങനെ തുറന്ന് കയറ്റി വെച്ച് അങ്ങനെ നടന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് നിങ്ങൾക്ക് അങ്ങനെയൊന്ന് ഭാവന കാണാൻ പറ്റുമോ? നല്ല അലക്കി തേച്ച മുണ്ടുമൊക്കെ നല്ല മടക്കി കുത്തി ഷർട്ടിൻ്റെ കൈയൊക്കെ തിരികെ കയറ്റി വെച്ച് ഒരു സാധാരണക്കാരനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഒരു സാധാരണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളാരും ഒരു 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 കെട്ട ജീവിതം നയിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. മറിച്ച് ഒരു ശ്രേഷ്ഠതയുള്ള ജീവിതം നയിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശ്രേഷ്ഠതയുള്ള നന്മയുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യസ് ലേഖനത്തിൽ പറയുകയാണ്, സ്വർഗീയമായ സകല കൃപാദാനങ്ങളാലും ഞാനും നിങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ഒരു വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു യാചനയ്ക്ക് പോലും വാസ്തവത്തിൽ അവിടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. കാരണം വി ആർ ഓൾറെഡി ബ്ലെസ്ഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ തന്നെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കിക്കൊള്ളണം, ഓരോരുത്തരും സ്വയം ഉള്ളിൽ അങ്ങോട്ട് ഉറപ്പിച്ചോണം, ഞാൻ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്തിന്, എൻ്റെ ഇടവകയ്ക്ക്, എൻ്റെ നാടിന് ഞാനൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾ ഒന്ന് മാറും. ഇതുവരെ ഇപ്പം നമ്മൾ ഒരു പ്രശ്നമൊക്കെ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ അയ്യോ തീർന്നു, രക്ഷയില്ലേ, ഈ രോഗം വന്നിട്ടുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കടബാധ്യതയിൽ നിന്ന് എനിക്കിനി ഇതിൽ നിന്ന് ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ, ഓ ഇത് 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 കാര്യമൊന്നുമില്ല, എൻ്റെ ജീവിതം പോക്കഴി. അങ്ങനെ ഒരു ചിന്തയാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മുടെ അവസ്ഥ കുറച്ചുകൂടെ മോശമാകാനാണ് സാധ്യത വളരെ കൂടുതൽ, കുറെ കൂടെ മോശമായത്. എന്നാൽ ഇന്ന് പ്രതികൂലങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ, ഹല്ലേലൂയ, സ്വർഗീയമായ സകല കൃപാദാനങ്ങളാലും സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം അല്പം മുമ്പ് നമ്മൾ പാട്ടുപാടി, അസാധ്യമായി എനിക്കൊന്നുമില്ല, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഇങ്ങനെ പാട്ട് പാടുമ്പോഴും നമുക്കറിയാം ഒത്തിരി അസാധ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒത്തിരി അസാധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ അപ്പോഴും നമ്മൾ പാടുകയാണ്, എന്താണ്? അസാധ്യമായി എനിക്കൊന്നുമില്ല. അതൊരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും
അസാധ്യമായി എനിക്കൊന്നുമില്ല എന്ന് പാടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വരികൾ ഉയരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഫെസ്യർ ലേഖനത്തിന്റെ 1:18 എങ്ങനെയാണ് പറയുന്നത്? ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ, വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ കാണുവാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകുവാൻ അവിടുന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിൻ്റെ ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ആ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ അപ്രത്യക്ഷമാകുന്നത് പോലെ ഒരു വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ അന്ധകാരം നീങ്ങിപ്പോകും, നമ്മുടെ ഉള്ളിലുള്ള നിരാശകൾ മാറിപ്പോകും, നമ്മുടെ ഉള്ളിലുള്ള ഭയം മാറിപ്പോകും. അനേകര് വളരെ ഭയപ്പാടില്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പല അപ്പനമ്മമാരും പങ്കുവച്ചിട്ടുള്ള കാര്യമുണ്ട്. അവർ മക്കളെ കുറിച്ച് ഓർത്തുള്ള വല്ലാത്ത ഭയമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അനേക മാതാപിതാക്കള് മക്കളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണന്മാര് പറയാറുണ്ട്, അടയ്ക്കയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്ക മരവായി കഴിഞ്ഞാലോ എന്ന് പറഞ്ഞതുപോലെ കൂടിപ്പോയാൽ ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു +2 പ്രായം വരെയൊക്കെ നമുക്ക് നമ്മുടെ ആ നിയന്ത്രണത്തിലൊക്കെ നമുക്ക് നിർത്താൻ പറ്റിയെന്ന് വരും. അത് കഴിഞ്ഞാലോ ഉപരിപഠനത്തിനായിട്ട് പിള്ളേർ പോകുമ്പോൾ, അവർ നമ്മുടെ നാട് വിട്ട് ദേശം വിട്ട് പോകുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അവരെ നിർത്താൻ പറ്റും? ഇത് അനേക മാതാപിതാക്കള് ഒരു ഭയപ്പാടിലാണ്. കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ വലവീശി പിടിക്കാൻ വേണ്ടി കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ളവരുണ്ട്, ഇവിടെ നമ്മുടെ ഇടയിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ മതസൗഹാർദ്ദം തകർന്നു. ഒത്തിരി വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കല്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് അനേക മാതാപിതാക്കള് മക്കളെ ഓർത്ത് വല്ലാത്ത ഭാരത്തിലാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളം ഇന്ന് മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ല, ഓൾറെഡി അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 1ാം സ്ഥാനം പഞ്ചാബിലാണ്. നമ്മുടെ കേരളത്തിലെ യുവതി യുവാക്കളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തെ തകർക്കാൻ ഇവിടെ നിന്ന് ഒരുപാട് മതതീവ്രവാദികളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലർക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പഞ്ചാബിലെ യുവാക്കളെ തകർത്താൽ, നമുക്കറിയാം ഇന്ത്യൻ ആർമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് പഞ്ചാബിലെ യുവത്വമാണ്. പഞ്ചാബിലെ യുവാക്കളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, മയക്കുമരുന്നിന് അടിമകളാക്കി തീർത്താൽ ഇന്ത്യൻ ആർമിയെ തന്നെ തകർക്കാൻ കഴിയുമെന്ന് നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കുന്ന ചിത്രശക്തികൾക്കറിയാം. ഇതുപോലെ തന്നെ കേരളത്തിലെ യുവതി യുവാക്കളെ മയക്കുമരുന്നിന്റെ അടിമകളാക്കി തീർത്താൽ ഈ കേരളത്തെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള, ഏറ്റവും നല്ല സാംസ്കാരിക ബോധമുള്ള, അങ്ങനെയുള്ള നമ്മുടെ നാടിനെ തകർക്കാൻ കഴിയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ കേരളത്തെ മത തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ കഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് പലരും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് വല്ലാത്ത ഭയപ്പാടില്ല. ഈ മക്കളെയൊക്കെ എങ്ങനെ വളർത്തുമെന്നുള്ള
അല്ലെങ്കിൽ എങ്ങനെ അവരെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നത് വരെ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വളർത്താൻ കഴിയുമെന്നുള്ള ഒരു ഭയപ്പാട് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒറ്റ മാർഗം. അവയർനെസ് ഒക്കെ കൊടുക്കണം. ഇപ്പൊ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒത്തിരി ബോധവൽക്കരണ പരിപാടികളൊക്കെ പല ചാനലുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്തും നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. ബോധവൽക്കരണം വേണം, നിശ്ചയമായിട്ടും വേണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബോധവൽക്കരണം വേണം, നിശ്ചയമായിട്ടും വേണം. പക്ഷെ അതുകൊണ്ടൊന്നും ഈ തിന്മയുടെ അന്ധകാര ശക്തികൾ മാറിപ്പോകണമെന്നില്ല. അത് മാറിപ്പോകണമെങ്കിൽ ഈശോ അതിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വർഗം നീങ്ങിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹമൊക്കെ കടന്നു പോകുമ്പോൾ ദൈവജനം ഒരുമിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചാൽ, ഒരുമിച്ചൊന്ന് ഒരു ഹല്ലേലൂയ വിളിച്ചാൽ അവിടെ തീരും, അവിടെ ഒതുങ്ങും ഈ തിന്മയുടെ ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോവിഡ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഞങ്ങൾ കോട്ടയത്ത് ഒരു 10-30 പേര് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടി. കേരളത്തിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകര്, അപ്പോളജിസ്റ്റുകള്, അങ്ങനെയുള്ള ഒരു 10-30 പേര് ഒരുമിച്ച് കൂടിയിട്ട് 3 ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഉപവാസത്തോടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു. കർത്താവേ, ഈ കേരളത്തിൽ നിന്ന് മതതീവ്രവാദത്തെ പിഴുതെറിയണം. ശക്തമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് 3 ദിവസം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും പെരുവന്താനത്തുമൊക്കെ അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു. മതതീവ്രവാദം ഈ കേരളത്തിൽ നടപ്പാക്കി നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തികളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും ഇന്ന് തീഹാർ ജയിലിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ അലയൊലികൾ കേരളത്തിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലേക്ക് അത് പടർന്നു. ലോകരാജ്യങ്ങളിലേക്ക് അതിൻ്റെ അലയൊലി പടർന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യൂറോപ്പിലും മറ്റുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളെ അതിനെ ഉന്മൂലനം ചെയ്യാൻ നിശ്ചയമായിട്ടും നമ്മുടെ സർക്കാരുകൾ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൈവമക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ആരെയും തിരിച്ചടിക്കാനോ തല്ലാനോ പിടിക്കാനോ അതിനാരും നമ്മൾ പോകേണ്ടതില്ല. അങ്ങനെ കായബലം കൊണ്ടൊന്നും നമുക്കാരെയും ജയിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിവിടെ വളരെ ന്യൂനപക്ഷമാണ് താനും, നമുക്കാരെയും അങ്ങനെയൊന്നും ജയിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊന്ന് കരമുയർത്തിയാൽ, നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി ഒന്ന് കരമുയർത്തിയാൽ അവിടെ ഒതുങ്ങും ഈ പിശാചൊക്കെ. അതിന് നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ എനിക്ക് വലിയ തീവ്രമായ ഒരു ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞാനത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ചാനലിലൂടെയും ഒക്കെ ഞാനത് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്.
സഭ മുഴുവൻ ഒരുമിച്ച് നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും, ഇനി 3 ദിവസമൊന്നും വേണ്ടപ്പാ, ഒരു ദിവസമെങ്കിലും ഒരൊറ്റ വിഷയത്തെ നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ, പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന്, നമ്മുടെ ക്രൈസ്തവരുടെ ഒരു പ്രശ്നം, അയൽവക്കത്തൊരു പ്രശ്നം വന്നാൽ അത് അവൻ്റെ വീട്ടിലല്ലേ, അവൻ അല്ലേലും ആ പെങ്കൊച്ചിൻ്റെ പോക്ക് അത്ര ശരിയല്ലായിരുന്നു, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു അത്ര സ്വാർത്ഥത നിറഞ്ഞ ഒരു നിലപാടാണ് നമുക്കുള്ളത്. അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുമ്പോൾ വല്ലവൻ്റെയും പിള്ളേരെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ വീട്ടിൽ സംഭവിക്കണം. നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന നമ്മൾ അറിയുന്നത്. അവിടെ നിൽക്കും നമ്മുടെ സെക്യുലറിസം ഒക്കെ, അവിടെ നിൽക്കും. ആ വേദന അറിയുമ്പോൾ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്, ദൈവവചനത്തിൻ്റെ ഒരു വെളിപ്പാട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭയവും മാറിപ്പോകും, എല്ലാ നിരാശയും മാറിപ്പോകും, ശരീരത്തിൽ നിന്ന് രോഗശക്തികൾ മാറിപ്പോകും. നമ്മുടെ ഉള്ളിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്ന് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മുടെ മേലുള്ള സകല ഭയവും മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമുക്കിപ്പോൾ പറ്റിയിരിക്കുന്നത് എന്നാണെന്നറിയാം, നമ്മുടെ വീട് വയർ ചെയ്തിട്ടുണ്ട്. അവിടെ ലൈറ്റുകളുണ്ട്, ഫാനുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാം നമ്മുടെ വീട്ടിനകത്തുണ്ട്. എല്ലാ വൈദ്യുത ഉപകരണങ്ങൾ സകലതുമുണ്ട്. പക്ഷേ കറണ്ടില്ല, കറണ്ട് കണക്ഷൻ കട്ടായി കിടക്കുക, കറണ്ട് കണക്ഷൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി നമ്മുടെ വീടിൻ്റെ മൂലക്കുള്ള പോസ്റ്റിൽ നിന്ന് ആ സർവീസ് വയർ വഴി കറണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിലോ, വീട്ടിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്, ഫാനും ലൈറ്റും എല്ലാ സംഗതികളും ഉണ്ട്, കമ്പ്യൂട്ടറും ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ കറണ്ട് ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഒന്നും കാര്യമില്ല. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്നാൽ കറണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പ്രവർത്തന സജ്ജമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വലിയ പവർ ഹൗസ് പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായതിനേക്കാൾ അധികം ഇലക്ട്രിസിറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അത്രമാത്രം വലിയ സാധ്യതകൾ ഒരു മനുഷ്യനിലുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ചിട്ടല്ലാതെ ജെറുസലേം വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, മോളിൽ നിന്ന് കറണ്ട് വരണമെന്ന്, എന്നാലേ ഇതൊക്കെ പ്രവർത്തിക്കത്തുള്ളെന്ന്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ പരാജയപ്പെടും. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ഒരു ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ടാണ് നിങ്ങൾ സുവിശേഷവുമായിട്ട് ഇറങ്ങുന്നത് എങ്കിൽ നിങ്ങളെ തടയാൻ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. വെറും 12 പേരിലൂടെ, വെറും 12 പേരിലൂടെ ഈ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറും 12 പേരിലൂടെ ഈ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. എപ്പോഴാണത് സാധ്യമായത്? എപ്പോഴാണത് സാധ്യമായത്? അവര് മാളിക മുറിയിൽ കാത്തിരുന്നു. എത്ര ദിവസം ഇരുന്നു? എത്ര ദിവസം അവരിരുന്നത്? 10 ദിവസമല്ല,
അത് വരുന്നത് വരെയും ആ ശക്തി പ്രാപിക്കുന്നത് വരെ. 10ാമത്തെ ദിവസം അത് വന്നു എന്നേ ഉള്ളൂ. 10ാമത്തെ ദിവസം ആ ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നവരുടെ മേൽ, ദൈവത്തിന് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ പ്രവർത്തന സജ്ജമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ സുവിശേഷവുമായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അവർ കടന്നു പോവുകയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മേൽ ഈ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, അതാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിലോ, ഉന്നതത്തിൽ നിന്നുള്ള ഈ ശക്തി നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മൾ വെറും സാധാരണ മനുഷ്യർ, വെറും സാധാരണക്കാര്. എന്നാൽ സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി തീർക്കുന്നതാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ വെറും സാധാരണക്കാരാ. ഈ സാധാരണക്കാരായ മനുഷ്യരെയാണ് ദൈവം എല്ലാ കാലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. വെറും സാധാരണക്കാരെ, നമ്മളാരും മാനത്തുനിന്ന് പൊട്ടി വീണവരൊന്നുമല്ല, പ്രത്യേക എന്തെങ്കിലും ഒരു ശക്തി വിശേഷവുമായിട്ട് ജനിച്ചവരുമല്ല. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വെറും സാധാരണക്കാരായ മനുഷ്യരെയാണ് ദൈവം എല്ലാ കാലങ്ങളിലും വൻ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഏഷ്യയിലെ ആദ്യത്തെ ബൈബിൾ യൂണിവേഴ്സിറ്റിയായ ഷറാംപൂർ ബൈബിൾ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് വില്യം കേരി എന്ന മനുഷ്യൻ. ഈ വില്യം കേരി ഇംഗ്ലണ്ടിലെ വെയിൽസ് പട്ടണത്തിലെ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരനായിരുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. വേദപുസ്തകത്തിൽ തന്നെ നമ്മളൊരു തെളിവ് കാണുന്നു. ക്രിസ്ത്യാനിക്കെതിരെ പീഡനം അഴിച്ചുവിട്ടിരുന്ന സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടിയുള്ള അധികാരപത്രവുമായി ദമാസ്കസിലേക്ക് പോകുമ്പോൾ അവൻ ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ച് അവൻ നിലത്ത് വീഴുകയാണ്. കുറെ ദിവസത്തേക്ക് അവന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു. കടൽ തീരത്ത് തുകൽപ്പണിക്കാരനായ ശെമിയോന്റെ വീട്ടിൽ അവൻ കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്ത് അനനിയാസ് എന്നു പേരുള്ള ഒരുവനെ ദൈവദൂതൻ സന്ദർശിച്ചിട്ട് പറഞ്ഞു, അനനിയാസേ, ഇതാ ശാവൂൾ അവൻ കടൽ തീരത്ത് ശിമയോന്റെ ഭവനത്തിൽ അവൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നീ അവന്റെ മേൽ പോയി അവന്റെ തലയിൽ കൈവച്ച് അവൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അനനിയാസ് പാവം ഞെട്ടിപ്പോയി. അനനിയാസ് ചോദിച്ചു, കർത്താവേ, ഞാനോ? ശാവൂൾ എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? ശാവൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു ജില്ലാ കളക്ടറേക്കാൾ ഉന്നതമായ പദവി വഹിച്ചിരുന്നയാളാണ്, നിസ്സാരക്കാരനല്ല. എന്നാൽ അങ്ങനെയുള്ള ശാവൂളിന്റെ തലയിൽ കൈവച്ച് അവൻ പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഈ അനനിയാസ് ആരായിരുന്നെന്നറിയാമോ? അനനിയാസിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ജെറൂസലേമിലെ തെരുവീതിയിലിരുന്ന് ചെരുപ്പ് കുത്തിക്കൊണ്ടിരുന്ന ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു ഈ അനനിയാസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഈ ചെരുപ്പ് കുത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരായിട്ടാണ് നമ്മളിൽ പലരും അവരെ കാണുന്നത്. നമ്മൾ ചെളിയിൽ കൂടെ നടന്നു പോയ ആ ചെരുപ്പ് കൊണ്ട് അങ്ങോട്ട് ഊരിക്കൊടുത്തേച്ച് പറയണ്ട, ഒന്ന് തുന്നലിട്ടേക്കാം, അല്ലെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്താക്കാനൊക്കെ നമ്മൾ പറയും. നമ്മൾ അത്രയൊക്കെ അവരെ കാണുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സമൂഹത്തിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു മനുഷ്യനെ അവനോട് ദൈവം പറയുകയാണ്, നീ പോയി ശാവൂളിന്റെ തലയിൽ കൈവെക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയിട്ടാ? ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ അപ്പോസ്തലനെ വാർത്തെടുക്കുവാൻ നിന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇംഗ്ലണ്ടിലെ വെയിൽസ് പട്ടണത്തിലെ
തൂപ്പുകാരനായിരുന്ന വില്യം കേരിയെ ഉപയോഗിച്ച ദൈവം, ഈ ഭാരതത്തിനു വേണ്ടി ഉപയോഗിച്ച ദൈവം, സാവൂളിനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തിയ അനനിയാസ്, ചെരുപ്പൂത്തിയായിരുന്ന അനനിയാസ്, ഇവരെയൊക്കെ ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഈ നാളുകളിൽ ആരൊക്കെ ഈ സാന്നിധ്യത്തിന് വേണ്ടി, ഈ ശക്തിക്ക് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി, ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുവോ അവരുടെ മേലെല്ലാം ഈ ശക്തി വന്ന് നിറയും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിങ്ങനെ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഒരു വലിയ ഉണർവിൻ്റെ കാലഘട്ടം വരാൻ പോവുകയാണ്. ഒരു വലിയ ഉണർവിൻ്റെ കാലഘട്ടം. അനേക പ്രവചികളുണ്ട്, അനേകർ പ്രവചിച്ചിട്ടുണ്ട്. ഒരു വലിയ ആത്മീയ ഉണർവ് ഭാരതത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അതിൽ തന്നെ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് ഒരു വലിയ ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾക്ക് സന്തോഷകരമായ മറ്റൊരു വാർത്തയും കൂടെ പറയട്ടെ. അത് സാധാരണക്കാരായ വിശ്വാസികളിൽ നിന്നുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ആ പ്രവചി എങ്ങനെയാണ്? ഒരു വലിയ ഉണർവ് കേരള സഭയിൽ ഉണ്ടാകും. അത് സാധാരണക്കാരായ വിശ്വാസികളിൽ നിന്ന്. ആരൊക്കെ വില കൊടുക്കാൻ തയ്യാറാകുന്നു, ആരൊക്കെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അവരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സഹോദരിമാര് നിങ്ങൾ വിചാരിച്ചേക്കരുത്, അയ്യോ ഞാൻ ഈ മുണ്ടക്കയത്തിന് അപ്പുറത്തോട്ട് പോയിട്ടില്ലല്ലോ, ഞാൻ കോട്ടയം ജില്ല അല്ലെങ്കിൽ ഇടുക്കി ജില്ല വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ വെറും ഒരു പാവപ്പെട്ടവളാണല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള നമ്മുടെ മേൽ ഈ ശക്തി വ്യാപരിച്ച് കഴിയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരൊക്കെ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു വാക്ക് മതി, ഒരൊറ്റ വാക്ക് മതി. നിങ്ങളുടെ ഒരു വാക്ക് മതി ആത്മഹത്യയിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ. നിങ്ങളുടെ ഒരു വാക്ക് മതി. ഒറ്റ സാരമില്ലടി വേണ്ട, പോട്ടടി, ഈ വിഷമമൊക്കെ മാറും എന്നൊരു വാക്ക് പറയാൻ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരൊറ്റ സഹോദരി തയ്യാറായാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മളെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ച, ഒത്തിരി കണ്ണീരാഴ്ത്തിയ ഒരു സംഭവമുണ്ട് ഇവിടെ ഏറ്റുമാനൂർ അല്ലേ. ഒരു ഷൈനിയും 2 മക്കളും ട്രെയിനിനടിയിൽ പോയി ആത്മഹത്യ ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ അടുത്ത ഒരു കുടുംബം കൂടെ ഇതുപോലെ തന്നെ. അവരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരുന്നു കേട്ടോ. ഈ ഷൈനി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു, ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയപ്പോൾ, സകലരാലും കൈവിടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ, ഭർത്താവിന് വേണ്ട, സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ട, കുടുംബശ്രീക്കാർ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ട് കേസ് കൊടുത്തു. ഇനി ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നിയപ്പോൾ പാവം 2 കുഞ്ഞുങ്ങളെയും കൂട്ടി ട്രെയിനിന്റെ മുന്നേ ചാടി. ഞാനിങ്ങനെ സങ്കടത്തോടെ ഓർത്ത്, കർത്താവേ, ആരെങ്കിലും ഒരാൾ അവരോ സത്യസുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അവളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ, ഉള്ളിലെ ഭയവും നിരാശയൊക്കെ ഒന്ന് മാറിയിട്ട് ഉള്ളിൽ ഒരു പ്രത്യാശ നിറഞ്ഞിരുന്നുവെങ്കിൽ ആ കുടുംബം ഇന്നും ജീവിച്ചിരുന്നേനെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുട്ടനാട്ടിൽ ഒരു സ്ഥലത്ത് പോയി. കുട്ടനാട്ടിൽ അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ വികാരീശൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഒരു സഹോദരിയെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നപ്പോൾ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ബ്രദർ ഒന്ന് കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം കേട്ടോ. ഞാൻ ഈ സഹോദരിയെ കണ്ടു. അവൾ പറഞ്ഞത്, കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ പള്ളിയിൽ വന്നതാ, പിന്നെ ഇതുവരെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? വല്ല അസുഖമല്ല വരുന്ന? അസുഖമൊന്നും അല്ല ബ്രദറെ, വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല.
ഒത്തിരി കടക്കാരുടെ ശല്യമാണ്. ഞാൻ ചോദിച്ചു എത്ര ലക്ഷം രൂപയുണ്ട്? എല്ലാം കൂടെ ഒരു 5-6 ലക്ഷം രൂപ വരും. ഒരു 5 വർഷം മുമ്പ് ഒരു വീട് പണിയാൻ വേണ്ടി കുറച്ച് കടമൊക്കെ വാങ്ങി തുടങ്ങിയതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു വീട് പണിയാൻ അത് കുറച്ച് കട്ട കെട്ടി പൊക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പണിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം, വീടൊന്നും പണിയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കടമൊന്ന് വീട്ടിയാൽ മതി. കടമൊന്ന് വിട്ട് ഇന്ന് ഞാൻ ഒരു അവരുടെ നാട്ടിലുള്ള ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കണം. ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല ബ്രദറെ. ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്നറിയാവോ? ഇന്ന് ഞാൻ പള്ളിയിലോട്ട് വന്നത് ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് മതി, ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സഹോദരി ഇത് പറഞ്ഞു കേട്ടോ, ഞാൻ അവളുടെ ശരീരത്തിലേക്കൊക്കെ ഒന്ന് നോക്കി. തീർത്തും മെല്ലിച്ച് നല്ല ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായിന്ന് എനിക്ക് അവരുടെ ആ ഒരു കോലത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യക്കോലം. ഞാൻ ആ സഹോദരിയോട് കുറച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഇന്ന് ഞാൻ ഇവിടെ പള്ളി കയറി വന്നപ്പോൾ വാസ്തവത്തിൽ എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീൽ എനിക്ക് വന്നു. എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഞാൻ ആ സഹോദരിക്ക് ഒരു ധൈര്യവും ബലവും കൊടുത്തു. ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും എടുത്ത് ഞാൻ അവളുടെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ചോ. അവൾ മേടിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എണ്ണിയില്ല. ഞാൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ചോ, ഇത് നിനക്കൊരു ബ്ലെസ്സിങ് ആവും, ഇത് നിനക്കൊരു അനുഗ്രഹമാണ്, നിനക്ക് മാറ്റം ഉണ്ടാകും, എൻ്റെ ദൈവം കൂടെയുണ്ട്, ദൈവം നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ. എനിക്കൊരു കാര്യം ഉറപ്പായി, ഒരു കുടുംബം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ ഒരു വാക്ക് മതി, നിങ്ങളുടെ ഒരു വാക്ക് മതി കേട്ടോ, ഒരു വാക്ക് മതി, ഒന്ന് പറഞ്ഞാൽ മതി. സോരാ കുഴപ്പമില്ലവേ, പേടിക്കൊന്നും വേണ്ട, നമ്മളിതല്ല ഇതിനപ്പുറം കടന്നിട്ടുള്ളവരല്ലേ നമ്മൾ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ വിഷമിക്കുന്നു, നീ ഭാരപ്പെടുന്നു വേണ്ടവേ, കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു വാക്ക് ഒരാളൊന്ന് കേട്ടാൽ മതി, ചില ജീവിതങ്ങൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട വളരെ സാധാരണക്കാരായ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒത്തിരി വലിയ ദൈവശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടെങ്കിലും നമ്മളെ അടുക്കൽ നമ്മുടെ അയൽവക്കത്തുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മൾ കണ്ടുമുട്ടുന്നവരോട്, അവരോട് യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടാ, നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും മോനെ, നിന്റെ കഷ്ടതയൊക്കെ മാറും, എൻ്റെ പൊന്നുമാളെ നീ വിഷമിക്കണ്ട എന്നൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് വലിയ PhD വിദ്യാഭ്യാസമോ വലിയ ദൈവശാസ്ത്ര അറിവുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മനസ്സിലൊരു മനുഷ്യത്വം ഉണ്ടായാൽ മതി. ആ മനുഷ്യത്വം ഉണ്ടാകാൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ നിരാശയും ദുഃഖവും ഭയവും ആകുലതയും ഒക്കെ മാറിപ്പോകും. പകരം ഒരു സമാധാനം. ഈശോ പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം നമുക്ക് ഒത്തിരി സമാധാനമൊക്കെ തരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ, സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകുമ്പോൾ ഈ ലോകം നമുക്ക് ഒത്തിരി സമാധാനവും സന്തോഷമൊക്കെ തരും. പക്ഷേ അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മതി. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സന്തോഷവും സമാധാനമൊക്കെ അവിടെ പോകും. എന്നാൽ ഈശോ പറഞ്ഞു, എൻ്റെ സമാധാനം അങ്ങനെയുള്ളതല്ല, ഇത് എന്നും നിലനിൽക്കുന്ന സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് അഭിഷേകമാക്കി നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ച്, ഹല്ലേലൂയ, സാധാരണ മനുഷ്യരെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി തീർക്കുന്ന പരിശുദ്ധാത്മ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ.
നമ്മുടെ ഇപ്പം നമുക്ക് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഈ രോഗം വന്നല്ലോ, ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? ഈശോയുടെ നാമത്തിൽ ഈ രോഗം എന്നെ വിട്ടു പോട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞോണം, വിശ്വാസത്തോടെ അങ്ങോട്ട് പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗിയെ കാണുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ഒരു രോഗിയെ കണ്ടാൽ നിങ്ങൾ എന്തോ ചെയ്യണം? എന്നാ ചെയ്യണം? അപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. മറിച്ച് നമ്മൾ സഹതാപത്തിൻ്റെ വാക്കും കൊണ്ട് ചെല്ലരുത്. അയ്യോ കഷ്ടമായിപ്പോയി കേട്ടോ. അല്ലെങ്കിലും നല്ലവർക്കാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദൈവം ഇങ്ങനെ പാവങ്ങൾക്കാ, നല്ലവർക്കാ ഇതുപോലെയുള്ള രോഗങ്ങളും തകർച്ചകളും. ഇങ്ങനത്തെ ഒരുമാതിരി വർത്തമാനം കൊണ്ട് നമ്മൾ ആരുടെ അടുത്ത് ചെന്നേക്കരുത്. അവരുടെ ആ ഉള്ള ധൈര്യം കൂടെ പോയി കിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ചെന്നിട്ട് വിശ്വാസത്തെ പറയണം, യേശു നിന്നെ സുഖപ്പെടുത്തുമെന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ടെന്നേ. കാരണം ഈശോ നമ്മളോട് പറഞ്ഞതാ നിങ്ങൾ രോഗികളുടെ മേൽ കൈ വെക്കും, അവർ സുഖം പ്രാപിക്കും. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്ന എന്നാ കുഴപ്പം? 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ 99 പേരും ഒരുപക്ഷെ സൗഖ്യപ്പെട്ടില്ലെന്ന് വരും. പക്ഷെ 100ാമത്തെ ആള് സൗഖ്യപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോണം. നമ്മുടെ സഭയ്ക്ക് ഒരു പ്രതിസന്ധി വന്നു, നമ്മൾ പറഞ്ഞാൽ കുറ്റവും കുറവും പറഞ്ഞു നടന്നാൽ ഒക്കെ അങ്ങനെ നടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മുടെ അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചോണം. ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചോണം. കർത്താവേ, അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, വിവേകം കൊടുക്കണമേ, ഈ സഭയെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ സഭാ നേതൃത്വം ഇത്രമാത്രം അപഹസിക്കപ്പെട്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാറ്റങ്ങൾ വരുമെന്നേ. നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ നിറയണം, സ്വർഗീയമായ സകല കൃപാദാനങ്ങളാലും സകല നന്മകളാലും ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് തന്നെ ഒന്ന് പറയുക, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ലോകപ്രസിദ്ധമായൊരു വാക്യമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് പൗലോസ്ലീഹ ഇത് പറഞ്ഞത് ഏതെങ്കിലും കൊട്ടാരത്തിലിരുന്ന് എല്ലാ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത് എഴുതിയെന്ന. പക്ഷെ പിന്നീട് ചരിത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, പൗലോസ് ഇത് എഴുതിയത് കൊട്ടാരത്തിലിരുന്നല്ല, മറിച്ച് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകാലുകളിൽ ചങ്ങലകളാൽ ബന്ധിതനാക്കപ്പെട്ട് കിടക്കുന്ന സമയത്താണ് പൗലോസ് സ്വയം പറഞ്ഞു, ആരുമില്ല ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ. സാരമില്ല പൗലോസെ, വിഷമിക്കണ്ട, ഈ അവസ്ഥകളൊക്കെ മാറിപ്പോകും എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഒന്ന് ധൈര്യപ്പെടുത്താൻ ആരുമില്ലാത്ത സമയത്ത് പൗലോസ് സ്വയം പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം തികച്ചും നെഗറ്റീവ് പറയുന്നവരായിരിക്കും, അവരെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്നവരായിരിക്കാം. പക്ഷേ നീ ഒരൊറ്റ വ്യക്തി, ഒരൊറ്റയാൾ പറഞ്ഞോണം, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടതുകൊണ്ട് സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ഈ മോട്ടിവേഷൻ പ്രസംഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നൊരു കാര്യമുണ്ട്,
ഇതുപോലെ ഒരു മോട്ടിവേഷൻ വേർഡ് ഈ ഫിലിപ്പിയർ 4:13 പോലെ അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന മറ്റൊരു വാക്ക് ലോകത്തിൽ ഇന്ന് വരെ വേറെ ആരും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്, പൗലോസ്ലീഹ അല്ലാതെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ്ലീഹ അല്ലാതെ വേറെ ആരും ഇതിന് തുല്യം നിൽക്കുന്ന വിധത്തിൽ വേറൊരു വാക്കാരും പറഞ്ഞിട്ടില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമായി എനിക്ക് സകലത്തിലും എനിക്ക് ജയമുണ്ട്. പറഞ്ഞത് എവിടെ വച്ചാ? നാളെ നേരം വെളുത്താൽ കഴുത്തിന്റെ മുകളിൽ തല കാണുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ആ അവസ്ഥ നിൽക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊന്ന് സ്വയം ഒന്ന് പറഞ്ഞേ, ആ വലതുകരം നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലത്തിലും ജയമുണ്ട്, എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇന്ന് നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തുന്ന പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ആ പ്രതിസന്ധികളുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് വിളിച്ചു പറയണം, സ്വയം പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമായി ഈ പ്രതിസന്ധിയുടെ മേൽ ഞാൻ വിജയം വരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ഈ സമയം നമ്മുടെ ഉള്ളിൽ നിന്ന് ദുഃഖം, നിരാശ, ഭാരം, ഭയം ഇത് നീങ്ങിപ്പോവുക. ഹല്ലേലൂയ. പകരമായി ഒരു ദിവ്യമായ സമാധാനം, ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് പോവുക. ഹല്ലേലൂയ. വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രത്യാശയുടെ ജീവിതമാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ, ഹല്ലേലൂയ, ഇനി കാര്യങ്ങളൊന്നും നടന്ന് കിട്ടിയില്ലെങ്കിൽ പോലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തകർന്നു പോകത്തില്ലെന്നുള്ള ഒരു ആന്തരിക ബലം, അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.